അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഈ പരാജയത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ പരാജയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷനുകൾ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകൾ നിങ്ങളെ എല്ലാ കാലത്തും തുണച്ചിട്ടില്ല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത ഗ്രാമപഞ്ചായത്തുകളിൽ 500-ലേറെയാണ് ഇപ്പോൾ UDF നേടിയിരിക്കുന്നത്. ഒരു വലിയ കണക്കാണ്. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് നിങ്ങൾ അടിപതറിയത്? അതിനുള്ള കാരണങ്ങൾ എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? അവസാനത്തെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2015-ലും 2020-ലും വളരെ മികച്ച വിജയമാണ് ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത്. സാധാരണ ആരാണോ കേരളം ഭരിക്കുന്ന മുന്നണി, ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ഞങ്ങൾ അത്തരത്തിലൊരു വിജയം തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ അതിന്റെ പരിശോധന നടത്തും. എവിടെയാണ് കുറവുകൾ വന്നത്? പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണകൂടങ്ങളാണ്. ആ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഓരോ പഞ്ചായത്തുകളെ ബാധിച്ചിട്ടുണ്ടോ, എന്താണ് അതിന് കാരണം എന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടത്തിയത്. 2015-16 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ 600 കാര്യങ്ങൾ അതിൽ 580 പൂർത്തീകരിച്ചിരുന്നു. 2021-ൽ 900 കാര്യങ്ങൾ അതിൽ 750ഓളം കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. 9 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇറക്കി ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലും പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ, ജനങ്ങളുടെ ആശയങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും എല്ലാം അത് കൂടുതൽ സ്വീകരിക്കേണ്ടതുണ്ടോ, ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങളുടെ ആശയങ്ങൾ കൂടുതലായി സ്വീകരിക്കേണ്ടതുണ്ടോ, അത് എന്തുകൊണ്ടാണ് നമുക്ക് അതൊരു ഓട്ടാക്കി മാറ്റാൻ കഴിയാത്തത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കും. സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും കുറവുകൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലും മറ്റു ചില വിഷയങ്ങൾ ഉയർന്നു വന്നതാണോ നിങ്ങൾക്ക് പരാജയത്തിന് കാരണം? കാരണം എല്ലായിടത്തും ഈ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് എന്ന് പറയുന്നു, പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം ഒരു MLA-യുടെ വിഷയമാണ്, പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് നടപടിയെടുത്ത വിഷയമാണ്, അതുമാത്രം ആവർത്തിച്ച് ഉന്നയിക്കുന്നു. ആ രൂപത്തിലേക്ക് അത് കൊണ്ടുപോയത് നിങ്ങൾക്കൊരു തിരിച്ചടിയായി എന്ന വിലയിരുത്തലുണ്ടോ അരുൺ? ഇല്ലില്ല, ഒരിക്കലും ഞങ്ങൾ വികസന അജണ്ടയും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റുകളുടെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ ആദ്യഘട്ടം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറ്റവും സൂക്ഷ്മമായി ഏറ്റവും താഴേക്കിടയിൽ പോയി പ്രവർത്തിച്ച് അനുഭവമുള്ള ഒരാളെന്ന രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യധാര പ്രവർത്തിച്ചെന്ന ഒരാൾ എന്ന രൂപത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൃത്യമായി പശ്ചാത്തല വികസന രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റം, അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ രംഗത്ത് നടത്തിയ ഇടപെടലുകൾ, തുടർച്ചയായി 9.25 വർഷം നടത്തിയ ഇടപെടലുകൾ, അതുപോലെ വികസന അജണ്ട കൃത്യമായി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനിടയിൽ സമൂഹത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇടപെടുകയും അത് വലിയ തരത്തിലുള്ള ദുഷ്പ്രചരണവും കുടിലതന്ത്രങ്ങളും എല്ലാം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ, ലീഗിന്റെ, ജമാഅത്ത് ഇസ്ലാമിയുടെ, പോപ്പുലർ ഫ്രണ്ടിന്റെ, BJP-യുടെ എല്ലാ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ എല്ലാം മുഖ്യ ശത്രു LDF തന്നെയായിരുന്നു. LDF-നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഉയർന്നു വന്നത്. അതിനെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ചെറുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നോക്കിയിട്ടല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ഈ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ രാഷ്ട്രീയത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ഇടപെടലുകൾ ഈ സമൂഹത്തിന്, ഈ സംസ്ഥാനത്തിന്, രാജ്യത്തിന് വരാൻ പോകുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ദുരന്ത ഫലങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് തെറ്റാണ് എന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അതിനെ കരുതുന്നുമില്ല. ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നിലപാട് തുടരും. അല്ല, കാരണത്തിലേക്ക് നിങ്ങൾ എന്തിലേക്കാണ് നിങ്ങൾ എത്തുന്നതെന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിയതാണ് നിങ്ങൾക്ക് തിരിച്ചടിയായത് എന്ന് പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തലയും പറയുന്ന അങ്ങ് കേട്ടല്ലോ. അതൊരു വിഷയമായി അവിടെ നിൽക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ വരുന്ന വിഷയങ്ങൾ ചർച്ചയാകും എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉണ്ടല്ലോ. അതിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യം നിങ്ങൾക്കെതിരെയും വരുന്നുണ്ട്. അല്ല, അതിപ്പോ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയാത്തത് എന്നത് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കും, അത് പരിഹരിക്കും, അതിന്റെ കാരണങ്ങൾ കണ്ടെത്തും, അത് ജനങ്ങളുമായിട്ട് വിശദീകരിക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രചരണത്തിലും വർഗീയ ഇടപെടലിന്റെ കാര്യത്തിലുമെല്ലാം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാട് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഫേസ്ബുക്ക് കുറിപ്പ് അങ്ങ് വായിച്ചിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറവുകൾ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്.
കൃത്യമായിട്ട് അത് പരിശോധിക്കും. ഇപ്പൊ 2019 ഞങ്ങൾ 19 ലോക്സഭാ സീറ്റിലും തോറ്റല്ലോ, ഒരു സീറ്റേ ഉള്ളൂ. അന്ന് പലരും ചോദിച്ചു ഇനി ഇടതുപക്ഷത്തിന് എന്താണ് പ്രശസ്തി എന്ന് ചോദിച്ചു നമ്മുടെ മുന്നിൽ. പക്ഷെ മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 111 നിയമസഭാ സീറ്റിൽ പുറകിൽ പോയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ 99 സീറ്റോടെ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വരാനുണ്ടായ കാരണം കുറവുകൾ കൃത്യമായി കണ്ടെത്തി, അവ പരിശോധിച്ചു, അവ പരിഹരിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. അവർ പല നിർദ്ദേശങ്ങളും തന്നു. ഓരോ വീടാന്തരം കയറിയിറങ്ങി സംസാരിച്ചു. പലരും വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പല നിർദ്ദേശങ്ങളും തന്നു. പലരും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിലുണ്ടായ നിരന്തരമായിട്ടുള്ള ആശയ പ്രകാശനം, ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ, അതിലൂടെയാണ് വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു വരാനും ഈ സംസ്ഥാനത്ത് തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഭരണ തുടർച്ചയിലേക്കും വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള തോൽവിയും ഞങ്ങൾ വിലയിരുത്തും, കുറവുകൾ കണ്ടെത്തും. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഇല്ല. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഭരണവും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് അതിനു മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും വലിയ കടമെടുപ്പിൽ ശ്രീലങ്കയാകാൻ പോകുന്നു എന്ന് പറഞ്ഞവർ വരെ തിരിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വികസന നേട്ടങ്ങൾ ശരിക്കും കുറച്ചുകൂടി പറയാമായിരുന്നു, പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാരണമായി കരുതുന്നത്. നിങ്ങൾ ഈ പറയുന്ന വികസന നേട്ടങ്ങൾ എന്നതും ഈ ക്ഷേമ പെൻഷൻ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാണല്ലോ, ക്ഷേമ പെൻഷനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെ പറ്റിച്ചു എന്നിപ്പോൾ എം എം മണി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഔദാര്യം ഞങ്ങൾ നൽകി, ആ ഔദാര്യം സ്വീകരിച്ചിട്ട് ഞങ്ങളെ അതാ പറ്റിച്ചു എന്ന പ്രയോഗം, അത് നിങ്ങളൊന്ന് വിലയിരുത്തുമെന്ന് കരുതുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.